ഹായ് ഫ്രണ്ട്സ്, സൊല്യൂഷൻ ലൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സൺ ഡയറക്റ്റ് സെറ്റ് ബോക്സിൽ E4832 നോ സിഗ്നൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ മേലെ ഡിഷ് തിരിഞ്ഞാവാം, അല്ലെങ്കിൽ കേബിളിൻ്റെ എന്തെങ്കിലും കണക്ഷൻ വീക്കായതാവും, അല്ലെങ്കിൽ സെറ്റ് ബോക്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ LNBക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ വന്നതാവും. ഇത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇൻഫോ എന്നുള്ളൊരു സ്വിച്ച് കാണാം റിമോട്ടിൽ. അത് രണ്ടു വട്ടം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. അതിൽ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും കാണിക്കുന്നുണ്ടാവും. സിഗ്നലിൻ്റെ പ്രോബ്ലം ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് സെറ്റ് ബോക്സിൻ്റെ കേബിൾ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ പിന്നൊന്നും കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കണില്ല, കറക്റ്റായിട്ട് നല്ലപോലെ തന്നെ ഇരിക്കണത്. അപ്പോൾ അത് നമുക്ക് അതേപോലെ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സിഗ്നലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോഴൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇനി നമുക്ക് മേലെ LNBയുടെ അവിടുത്തെ കണക്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ക്ലാവ് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യണം വീണ്ടും. അതിനും വലിയ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കണില്ല. അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിഷിൻ്റെ LNB പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അത് റൈറ്റ് സൈഡിലേക്ക് ക്രോസ് ആവണ രീതിയിൽ തന്നെ ഇരിക്കേണ്ടത്, അത് കറക്റ്റ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ കോളൊന്ന് ജസ്റ്റ് കണക്റ്റ് ആക്കുക. അടിയിലെ ഫോണിൻ്റെ നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ടിവിയുടെ ഡിസ്പ്ലേയിലൊന്ന് കാണിക്കുക. ഇനി നമുക്ക് ഡിഷിൻ്റെ സ്ക്രൂസൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അത് നമ്മൾ അടിയിലേക്ക് മേലേക്ക് ആക്കണ സ്ക്രൂവും പിന്നെ രണ്ട് ഭാഗത്തേക്കും തിരിക്കണ സ്ക്രൂവും ലൂസാക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ TVയോ സിഗ്നൽ പിടിക്കണ മീറ്ററോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കോൾ വഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളിത് സെറ്റാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സ്ക്രൂവും ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സിഗ്നൽ ഓരോ പൊസിഷനിലും കറക്റ്റായിട്ട് നോക്കി നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അടിയിലേക്കും മേലേക്കും പതുക്കാക്കിയിട്ട് ഓരോ സൈഡിലും കറക്റ്റായിട്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് അടിയിലേക്കും മേലേക്ക് തന്നെ കറക്റ്റാക്കണം. ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ തിരിക്കാൻ പാടുള്ളൂ. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാവും സിഗ്നൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഇതാക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കി നോക്കുക. ഒന്നും കൂടി റൈറ്റിലേക്ക് ആക്കിയിട്ട് വീണ്ടും നോക്കുക. അങ്ങനെ ഓരോ പൊസിഷനിലും നോക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് സിഗ്നൽ ജസ്റ്റ് വന്നു പോയത് കണ്ടു. അപ്പോൾ ആ പൊസിഷനിൽ നമുക്ക് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് സ്ട്രെങ്ത്തും ക്വാളിറ്റിയും കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് നോക്കിയിട്ട് തന്നെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ കൂടുതൽ കിട്ടാത്ത സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് പിക്ചർ വന്നതായിട്ട് കാണുന്നുണ്ട്, അത്യാവശ്യം ക്ലാരിറ്റിയിൽ തന്നെ വന്നിറക്കണം. ഇനി നമുക്ക് എല്ലാ നെട്ട് ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഡിഷ് ഇളകാത്ത പൊസിഷനിൽ നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് താഴെ പോയിട്ട് TVയുടെ എല്ലാ ചാനലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ട്രെങ്ത്തും ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കൂടുതൽ കിട്ടുന്ന പൊസിഷൻ ആണെങ്കിൽ നമുക്ക് വീക്ക് സിഗ്നൽ ഉണ്ടാവില്ല. നമുക്കിനി എല്ലാ ചാനലും ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇൻഫോ എന്നുള്ള ബട്ടണോ അല്ലെങ്കിൽ എക്സിറ്റ് എന്നുള്ള ബട്ടൺ കാണും. അത് നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റ് പോകുന്നതാണ്. നമുക്കിതിൽ എല്ലാ ചാനലും ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സിഗ്നൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ LNB നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ സെറ്റ് ബോക്സ് ചെക്ക് ചെയ്യണം.